എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായം 29 വാക്യം. യെഹെസ്കേൽ 36:29. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുന്ന ദൈവം. അന്ത്യകാലത്ത് ഇസ്രായേലിനുള്ള വാഗ്ദത്തമാണ് യെഹെസ്കേൽ 36 അധ്യായം. അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. പുതിയ ഹൃദയവും പുതിയ ആത്മാവും തന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഇസ്രായേൽ ജനതയെ പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഭൗമികമായിട്ട് ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുമെന്ന് എടുത്തു പറഞ്ഞ് ക്ഷാമത്തെക്കുറിച്ചുള്ള ഭയാശങ്കകളെല്ലാം മാറ്റുകയും ചെയ്യുന്നു. ദൈവം കാലാകാലങ്ങളിൽ അനേകരെ തനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് പ്രത്യേക നിയോഗങ്ങൾ നൽകുന്ന ദൈവമാണ്. ദൈവിക ശുശ്രൂഷയ്ക്കായി എല്ലാ കാലങ്ങളിലും തലമുറകളിലും വിളിക്കപ്പെട്ടവരും ഒരുക്കപ്പെട്ടവരുമുണ്ട്. എന്നാൽ മനുഷ്യരെ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെയും ദൈവം തൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നേർവഴി വിട്ടുപോയ യോനാ പ്രവാചകനെ പാഠം പഠിപ്പിക്കാനായി ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കുകയും പിന്നീട് ആവണക്ക് കുത്തിക്കളയാൻ ഒരു പുഴുവിനെ നിയോഗിക്കുകയും ചെയ്തതായി യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ദാനിയേലിനെ വിശന്നു പൊരിഞ്ഞ സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ യഹോവയുടെ ദൂതൻ സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. ഒരു കഴുതയെ കൊണ്ട് ഒരു പ്രവാചകനെ ബുദ്ധി ഉപദേശിപ്പിക്കുന്ന ദൈവിക പ്രവൃത്തിയെ സംഖ്യാപുസ്തകം 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവകൽപ്പന അക്ഷരം പ്രതി അനുസരിക്കാഞ്ഞ പ്രവാചകനെ കൊന്ന സിംഹം കഴുതയെ കൊന്നില്ല, പ്രവാചകനെ തിന്നതുമില്ല. അതും ദൈവം കൽപ്പിച്ചതാണ്. ഏലിയാവിനെ പോറ്റാൻ കാലത്തും വൈകിട്ടും ഭക്ഷണം കൊടുക്കാൻ കാക്കയോട് ദൈവം കൽപ്പിച്ചു. യെശയ്യാപ്രവാചകൻ 43 അധ്യായത്തിൽ തൻ്റെ ജനത്തോടുള്ള ശ്രേഷ്ഠമായ ഇടപെടലിൽ കൂടെ അസാധ്യങ്ങളെ ചെയ്യുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും ദൈവത്തെ മാനിക്കുന്നു എന്ന് കാണുന്നു. കാട്ടുമൃഗങ്ങൾ മെരുക്കമില്ലാത്തവയും മനുഷ്യനെ ഉപദ്രവിക്കുന്നവയുമാണ്. കുറുക്കന്മാർ എന്നത് ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമാണ്. ഒട്ടകപ്പക്ഷി കരുണയോ വാത്സല്യമോ ഇല്ലാത്ത ഒരുതരം നിർവികാര ജീവിയാണ്. ഇവിടെ ഒന്നും, അല്ലെങ്കിൽ ഇവയോടൊന്നും ആർക്കും കരുണയോ മനസ്സരിവോ ഇല്ല. മരുഭൂമിയിലും നിർജ്ജന പ്രദേശങ്ങളിലും ദൈവം നദികളും ഉറവുകളും തുറക്കുന്നത് തൻ്റെ ജനത്തിനു വേണ്ടിയാണ്. അതിൻ്റെ പ്രയോജനം മരുഭൂമിയിലെ ഈ മൃഗങ്ങൾക്കും കൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത പ്രകൃതമുള്ള മൃഗങ്ങൾ പോലും ദൈവത്തെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. ചിന്തയില്ലാത്തവർക്കും ക്രൂരന്മാർക്കും ചതിയന്മാർക്കും ഒന്നും മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന സൽഗുണം അത്ര ലഭിക്കണമെന്നില്ല. എന്നാൽ ദൈവം ജീവനില്ലാത്തവയെയും വിളിക്കുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നു. നമുക്ക് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത വല്ല നിഗൂഢതയുമാണോ ഇത് എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ ഈ നിർജീവ വസ്തുക്കൾ പ്രതികരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ യോശുവയുടെ പുസ്തകം 10 അധ്യായം 12 വാക്യത്തിൽ, സൂര്യ നീ ഗെബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്നൊരു കൽപ്പനയുണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി ചായ്ക്ക, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക എന്നൊക്കെ നമ്മൾ കാണുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം വിളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല.
ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുമെന്ന വലിയ വാഗ്ദത്തമാണ്. ധാന്യഭക്ഷണത്തിൽ ഊർജം നൽകുന്ന അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ഊർജവും ആരോഗ്യവും നൽകി പോഷിപ്പിക്കുന്നത് ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകമാണ്. നമ്മുടെ ശൂന്യതയിൽ അഥവാ ഇല്ലായ്മയിൽ ദൈവവചനം വിളിച്ചു വരുത്തി നമുക്ക് ഊർജം പകർന്ന് നമ്മളെ ബലമുള്ളവരാക്കി തീർക്കും. സഭാപ്രസംഗി 11-ാം അധ്യായത്തിൽ തിരുവചനം നമുക്കൊരാഹ്വാനം തരുന്നുണ്ട്. നിന്നെ പോഷിപ്പിക്കുന്ന നിന്റെ അപ്പത്തെ വെള്ളങ്ങളുടെ മേലെ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടുമെന്നതാണ് വാഗ്ദത്തം. ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുന്ന ദൈവം. രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് യെശയ്യാ 43-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹിമ എത്ര വലുത് എന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യെഹെസ്കേൽ 36-ാം അധ്യായം യഥാസ്ഥാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ മടക്കി വരുത്തുന്ന വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. 6-ാമത്തെ വാക്യത്തിൽ നീ ഇനി ജാതികളുടെ നിന്ന കേൾക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. 11-ാം വാക്യത്തിൽ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാളും അധികം നന്മ ചെയ്യും. 23-ാം വാക്യത്തിൽ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും. 26-ഉം 27-ഉം വാക്യങ്ങൾ പുതിയ മാംസളമായ ഹൃദയം തരും. 34-ാം വാക്യത്തിൽ ശൂന്യ സ്ഥലങ്ങളെ പണിയും. നമ്മൾ വായിച്ചത് 29-ാം വാക്യത്തിൽ അതാണ് ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പുഷ്ടിയുള്ളതാക്കാൻ ദൈവം സൃഷ്ടിയെയും ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവിക പ്രവൃത്തി, നമ്മുടെ ഇല്ലായ്മകളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്കെത്രയോ ശ്രേഷ്ഠമാണ്, എത്ര അനുഗ്രഹപ്രദമാണ്, എത്ര പ്രത്യാശ നിർഭരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ധാന്യങ്ങൾ ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന് തുല്യമായ അനുഭവങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് നമ്മോട് വലിയൊരു വാഗ്ദത്തമുണ്ട്. ധാന്യം വിളിച്ചു വരുത്തി പോഷിപ്പിക്കുന്ന ഒരു ദൈവം. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം, ശത്രുക്കൾക്ക് മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ പ്രതീക്ഷയോടും ആഗ്രഹങ്ങളോടും ഞങ്ങൾ പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ മാറ്റമില്ലാത്ത കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും സാന്നിധ്യവും പകരണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ദൈവം തമ്പുരാൻ്റെ കരുതലൊപ്പം ഉണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ നാളുകൾ ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധിയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.